എനിക്ക് ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്ന 3 പേർക്കും അവർക്ക് ഒരു യോഗ്യത കുറവുമില്ല. വി.ഡി. സതീശനായാലും രമേശ് ചെന്നിത്തലയ്ക്കായാലും കെ.സി. വേണുഗോപാലിനായാലും ഒരു യോഗ്യത കുറവുമില്ല. പക്ഷേ എനിക്ക് രമേശ് ചെന്നിത്തലയുടെ കാര്യമാണ്. രമേശ് ചെന്നിത്തല ഒരുപക്ഷേ ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ ആ പൊളിറ്റിക്കൽ ഗ്രാഫ് ആ തുടക്കകാലത്തേതുപോലെ തുടർന്നിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എതിരാളികളില്ലാത്ത ഒരു നേതാവായി രമേശ് ചെന്നിത്തല മാറേണ്ടതാണ്. അദ്ദേഹം 82-ൽ അദ്ദേഹം 26-ാമത്തെ വയസ്സിൽ 25-ാം വയസ്സിലാണ് അദ്ദേഹം. അല്ല, ഞാൻ പറഞ്ഞത് 1982-ലെ നിയമസഭയിൽ. അതെ അതെ, 26-ല്ല, ഞാൻ പറഞ്ഞത് ആ 25 വയസ്സാണല്ലോ സാധാരണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള. അതെ അതെ, അപ്പോ 82-ൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ എന്റെ അമ്മോ, എന്നിട്ട് ഈ കുട്ടിയെ കൊണ്ടാണ് തിങ്കളാഴ്ച ഇലക്ഷൻ ബ്രോഡ്കാസ്റ്റിന് പോകാൻ പോകുന്നു. 82-ൽ MLA ആയി, 86-ൽ അവസാനം ആ സർക്കാരിന്റെ അവസാന കാലത്ത് മന്ത്രിയായി. അത് മന്ത്രിയായി ഏതാണ്ട് 1 വർഷക്കാലമേ അദ്ദേഹത്തിന് ആ മന്ത്രിസ്ഥാനത്ത് തുടരാൻ പറ്റിയുള്ളൂ. 87 ആയപ്പോൾ LDF ആണ് അധികാരത്തിലെത്തിയത്. അന്നും 30 വയസ്സിന് താഴെ, 29-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സംസ്ഥാന മന്ത്രിയായത്. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന ഖ്യാതിയും അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നീട് നോക്കൂ, അതിനുശേഷം അദ്ദേഹം പിന്നീട് ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന 2-3 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച് 2004-ൽ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ മാവേലിക്കരയിൽ CS സുജാതയോട് ഇവിടെ പരാജയപ്പെടുന്നു. കേന്ദ്രത്തിൽ UPA സർക്കാർ അധികാരത്തിൽ വരുന്നു. അന്ന് അദ്ദേഹം ഒരുപക്ഷെ കേന്ദ്രത്തിൽ വലിയ ഒരു ക്യാബിനറ്റ് പദവി തന്നെ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. പക്ഷേ അന്ന് ആ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല പരാജയപ്പെട്ടു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിന് സംസ്ഥാന മന്ത്രിയാകുന്നത് 2014-ൽ വീണ്ടും ഒരു മന്ത്രിസഭയിൽ മന്ത്രിയാവുന്ന ആലോചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ മന്ത്രിയാക്കുന്നു ഉറപ്പ് വരുന്നു. അവിടെ കൃഷ്ണകുമാർ മന്ത്രിയാവുന്നു. അതെ, കൃഷ്ണകുമാർ മന്ത്രിയായി. കൃഷ്ണകുമാർ അന്ന് കൊല്ലത്ത് നിന്ന് ജയിച്ച് അദ്ദേഹം സഹമന്ത്രിയായി. അതെ അതെ, ഇതിൽ ഈ കേരളത്തിലെ പല നേതാക്കളും, ഇപ്പോഴുള്ള നേതാക്കളാകട്ടെ ദേശീയ തലത്തിലുള്ള പല നേതാക്കളാകട്ടെ, രമേശ് ചെന്നിത്തല അതിൻ്റെ വലിയ പ്രഭാവശാലിയായി നിന്ന കാലത്ത്, അത് യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് നിന്ന കാലത്തടക്കം പിന്നീട് പല മുഖ്യമന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം ഭാരവാഹികളായിരുന്നവർ പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരായി. കേരളത്തിൽ തന്നെ കെ.സി. വേണുഗോപാൽ അന്ന് ഈ 2004-ൽ അന്ന് വരുമ്പോഴൊന്നും കെ.സി. വേണുഗോപാൽ അത്ര വലിയ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവല്ല. അപ്പോൾ അത്തരം നേതാക്കളൊക്കെ അവർക്കൊക്കെ വേണ്ടിയിട്ട് പിന്നീട് രമേശ് ചെന്നിത്തല മാറിക്കൊടുക്കേണ്ടി വന്നു എന്ന് പറയേണ്ടി വന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർഭാഗ്യം കൊണ്ട് ആ പദവികളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പിന്നീട് ഈ താക്കോൽ സ്ഥാനവുമായി ബന്ധപ്പെട്ടും സാമുദായിക ചർച്ചകളൊക്കെ നടന്നപ്പോഴാണ് അദ്ദേഹത്തിന് അതെ മന്ത്രിസഭയിലേക്ക് കിട്ടി. പിന്നീട് പ്രതിപക്ഷ നേതാവായി 2016-ൽ, പിന്നീട് വീണ്ടും തുടർ ഭരണത്തിനാണ്. 2021-ൽ ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നെങ്കിൽ രമേശ് ചെന്നിത്തല അല്ലാതെ മറ്റൊരു നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടാകും. അതെ അതെ, ഇപ്പോൾ അതാണ്. അങ്ങനെ നിർഭാഗ്യം അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.